നടി മാലാ പാർവതി ഹേമ കമ്മിറ്റിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയായിരുന്നു. അതായത് ഹേമ കമ്മിറ്റി അന്വേഷണത്തിൽ ഒരുപാട് മൊഴികൾ അവർ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരെ ഈ സ്പെഷ്യൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു, അവരെ വേണ്ടാണ്ട് വേട്ടയാടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഹൈക്കോടതി ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ്? ഇവർക്ക് വല്ല ഭീഷണിയും വരുന്നുണ്ടോ? അല്ലെങ്കിൽ മാലാ പാർവതിയുടെ ഈ വാദത്തെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? അതെ, എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പുറത്ത് കാണുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നമ്മൾ പുറത്ത് കാണുന്നതിനേക്കാൾ വലിയ സിനിമ അകത്ത് നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. വലിയ അന്തർനാടകങ്ങൾ എന്നല്ല അന്തർ സിനിമകൾ തന്നെ നടക്കുന്നുണ്ടാവണം. ഇപ്പോൾ പലതും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനിടയിലാണ് ഒരു നടി ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ പേരിൽ വളരെ പ്രമുഖരായ നടന്മാർക്കെതിരായിട്ട് കേസെടുത്ത നടി ഞാനിതാ പിൻവാങ്ങുകയാണ്, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിൻവാങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ പിന്തുണയോടുകൂടി, അപ്പോൾ അതിന് കാരണം പറയുന്നവർ ഞാൻ ഈ പറഞ്ഞ നടന്മാർക്കൊക്കെ എതിരെ പറയാനും ധീരമായി മുന്നോട്ട് പോകാനും കേസ് നടത്താനും തയ്യാറായപ്പോൾ എനിക്കെതിരെ വന്ന ഭീഷണി ഞാൻ മറ്റൊരു കേസാക്കി കൊടുത്തപ്പോൾ അത് കേസെടുക്കാൻ ആളില്ല. അപ്പോൾ ഞാൻ കൊടുക്കുന്ന കേസുകളിൽ ആളില്ല എന്നും എന്നിട്ട് ഞാൻ മാത്രം ഏകപക്ഷീയമായി കേസ് നടത്തേണ്ടി വരികയും ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേസ് നടത്താനില്ല എന്നൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞല്ലോ, ആ നടി പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പിന്തുണയോടുകൂടി ഞാൻ വീണ്ടും കേസ് നടത്തുമെന്ന് പറയുന്നുണ്ട്. ഇതിനകത്തൊക്കെ എപ്പോഴും ഈ പ്രസ്താവനകൾക്കൊക്കെ പിന്നിൽ ഒരു വെറും പ്രസ്താവനയാവില്ല. അതിൻ്റെ പിന്നിൽ ഭീഷണി ഉണ്ടാവാം, പ്രലോഭനം ഉണ്ടാവാം. കാരണം അപ്പുറത്ത് നിൽക്കുന്നവർ ചില്ലറക്കാരല്ല. അവർക്ക് പ്രശസ്തിയുണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്, രാഷ്ട്രീയമുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. മാത്രമല്ല ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആണെങ്കിലും, കൊച്ചിയിലല്ല ഇവരെവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഇവർക്ക് അധോലോകത്തിൻ്റെ പിന്തുണയുണ്ട്. ഈ പലതരത്തിലുള്ള മാഫിയകളുടെ ആളുകളാണ് ഇവർ. കള്ളപ്പണത്തിൻ്റെയും ഡ്രഗ് മാഫിയയുടെ പലതിൻ്റെ ആളുകളാണ്. ഇതൊക്കെ നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് മലയാള സിനിമയിലുള്ളവരുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഉൽപ്പന്നമാണ് സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോയി തെളിവ് കൊടുത്തയാളാണ് മാലാ പാർവതി. വളരെ ബോൾഡായിട്ട് പോയി തെളിവ് കൊടുത്തയാളാണ് മാലാ പാർവതി. ഇപ്പോൾ സുപ്രീം കോടതി തെളിവ് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അവരുടെ അനുഭവങ്ങൾ, അവരുടെ സ്വന്തം അനുഭവങ്ങൾ, അവരുടെ കൂട്ടുകാരികൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെയാണ് തെളിവ് കൊടുത്തിട്ടുള്ളത്. ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ സ്വകാര്യമായി കൊടുത്ത തെളിവുകളൊക്കെയാണ് സാക്ഷിമൊഴിയായി സ്വീകരിച്ചുകൊണ്ട്, പരാതിയായി സ്വീകരിച്ചുകൊണ്ട് സ്വമേധയാ കേസെടുക്കാനുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ രീതിക്കും പ്രശ്നമുണ്ടാവും. കാരണം ഇവർക്ക് പലപ്പോഴും ഹേമ കമ്മിറ്റിയെ അല്ല പിന്തുണക്കേണ്ടി വരിക. അതിനു മുമ്പിൽ ഇരകളായി തീർന്നത് സാക്ഷിമൊഴി കൊടുത്തവരെയും അല്ല. ഇതിൽ ആരെക്കുറിച്ചായിരിക്കും പറഞ്ഞത്? അവരെക്കുറിച്ചായിരിക്കും. അപ്പോൾ അവർ വേറൊരു കാര്യമുണ്ട്, ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ കേസ് അന്വേഷിക്കാൻ പോകുന്നത് പോലും നല്ല ഏർപ്പാടാണ്. അവരെ കേസ് അന്വേഷിക്കാൻ ഒന്ന് ഫോൺ ചെയ്താൽ പോലും ഇവർക്ക് കിട്ടേണ്ടത് കിട്ടുകയും, അതുകൊണ്ട് അത്തരക്കാരെ രക്ഷിക്കുക എന്നുള്ളൊരു അജണ്ട ഇതിനകത്ത് ഉണ്ടാവും. അവർക്ക് വേണ്ടിയുള്ള മറിച്ചുള്ള ഭീഷണികൾ ഉണ്ടാവും. അവർക്ക് വേണ്ടി തന്നെ ഇവരെ വല്ലാതെ ഹരാസ് ചെയ്യുന്നുണ്ടാവും. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളാണ്. മാലാ പാർവതിയുടെ കേസിൽ കുറെ കൂടി ഗൗരവമായിട്ട് നമ്മളത് കാണണം. മാലാ പാർവതി നേരിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് ഞാൻ കൊടുത്ത മൊഴിയിൽ കേസെടുക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, ഞാൻ അക്കാഡമിക്കായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് കമ്മീഷനെ ബോധ്യപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ, നടപടി എടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയേണ്ടി വരികയാണ്. വേറൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്ന, മാലാ പാർവതി തന്നെയും വക്കീലാണ്. അവർ അഡ്വക്കേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ബൈ പ്രൊഫഷൻ. അവർ വക്കീലാണ്, അഡ്വക്കേറ്റ് അല്ലേ? എൻ്റെ ഒരു ധാരണ അവർ അഡ്വക്കേറ്റ് കൂടിയാണെന്നാണ്. എന്തായാലും സുപ്രീം കോടതിയിൽ പോയി അവരത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ കാണുന്നൊന്നും അല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ യഥാർത്ഥ കോലാഹലം പുറത്ത് കുറച്ചു കാലം നിന്നുവെങ്കിലും അതുണ്ടാക്കിയ യഥാർത്ഥ അടിയൊഴുക്കുകൾ ഇപ്പോഴും അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേസിന്റെ പിന്നിൽ എന്താവാം ഇനിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം. ഹേമ കമ്മിറ്റിയും ഈ WCCയും മാലാ പാർവതിയും തമ്മിൽ ഒരു പോരിന് നടക്കുന്നു. കാരണം WCC പറയുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് പോയിരിക്കുന്നത്. അതാണ് WCC. ഇപ്പൊ മാലാ പാർവതി സുപ്രീം കോടതിയിൽ പോയപ്പോൾ അതിനെതിരായി സുപ്രീം കോടതിയിൽ മൊഴി കൊടുക്കുന്നത് WCC ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? WCC ഏത് കോസിന് വേണ്ടി നിലകൊണ്ടുവോ അതിന് വിരുദ്ധമായ രീതിയിൽ കുറേ പേരെങ്കിലും ഒന്നൊന്നായി ഓരോരുത്തരെ ഓർമ്മയില്ലേ? ഇപ്പൊ രേവതി വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. WCCയുടെ തലപ്പത്തുണ്ടായിരുന്നയാളാണ്. നമ്മുടെ ഭാഗ്യലക്ഷ്മി ഇവർക്കൊക്കെ എതിരായിട്ടാണ് സംസാരിക്കുന്നത്.
അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവരെ നമ്മുടെ ആഷിഖ് അബുവിനെയും റീമ കല്ലിങ്ങലിനെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള വലിയ നീക്കം പല ഭാഗത്തുനിന്നും നടക്കുന്നു. ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ അതിന് മുൻകൈ എടുക്കുന്നു. ഭാഗ്യലക്ഷ്മി ഇവർക്കൊക്കെ എതിരാണ്. എന്നാൽ വനിതകളുടെ വലിയൊരു സ്വരമായി അവർ അവതരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ഇവരൊക്കെ വ്യക്തിപരമായി പലതരത്തിൽ ഇവർക്ക് ആരോടെങ്കിലുമൊക്കെ വിരോധം ഉണ്ടാകും. അപ്പോൾ അതാണ്, ആരോടെങ്കിലുമൊക്കെ വിരോധം ഉണ്ടാകും. എന്നാൽ അതിനകത്ത് തന്നെ ഈ അപകടകാരികളായ അല്ലെങ്കിൽ ആക്രമണകാരികളായ ഈ നടന്മാരും സിനിമയിലെ പല ലോബിയും പല 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 സൂപ്പർ സ്റ്റാറും ഐതർ ഡയറക്ടേഴ്സ് ആവാം, നടന്മാരാവാം, അവരിൽ ആരോടെങ്കിലുമൊക്കെ അടുപ്പവും വിധേയത്വവും ഉണ്ടാവുകയും ചെയ്യും. ഇവരൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിനോടൊക്കെ സമരസപ്പെട്ട് കഴിഞ്ഞു കൂടിയവരുമാണ്. എവിടെയോ വെച്ചിട്ട് ഇപ്പോൾ അവസരമൊക്കെ കുറയുകയും ഒക്കെ ചെയ്തപ്പോൾ WCC ഒരു മേൽവിലാസമായി എടുത്തവരാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത കോസിനോട് വേണ്ടത്ര ആത്മാർത്ഥതയുള്ളവരല്ല ഇവരൊന്നും എന്ന് വേണം കരുതാൻ. ഇപ്പോൾ രേവതിയെക്കുറിച്ചുള്ള ആരോപണം, രേവതി എന്താണ് ഇദ്ദേഹത്തിനെതിരെ രഞ്ജിത്തിനെതിരെ മിണ്ടാത്തതെന്നാണ്. രേവതിയും രഞ്ജിത്തും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരും അത് മറച്ചു വെച്ചിട്ടില്ല. രേവതിയും സമ്മതിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് വേണ്ടത്ര കള്ളത്തരം കൊണ്ടായിരിക്കും. രഞ്ജിത്താണ് അത് വേണ്ടത്ര തുറന്ന് പറയാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊന്നും അല്ലല്ലോ ഇതിൽ ഇഷ്യൂ. പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താ? WCC ഉണ്ടാക്കേണ്ടി വന്നത് എന്തിന്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് എന്തിന്? ആ റിപ്പോർട്ടിന്മേൽ ഉണ്ടാകേണ്ട നടപടി എന്ത്? അതല്ലേ ചോദ്യം. ആ കോസിന് വേണ്ടി ഇവർ ഒന്നിച്ച് നിൽക്കണ്ടേ? മാലാപാർവതി അത് ചെയ്തില്ല. മാലാപാർവതിക്കെതിരായി WCC രംഗത്ത് വരേണ്ടി വന്നു. WCC വരുമ്പോൾ അതിനെതിരായിട്ട് ഭാഗ്യലക്ഷ്മി വരുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നിലപാട് എനിക്ക് തോന്നുന്നു നമുക്ക് മലയാള സിനിമയിൽ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമായിരുന്നല്ലോ WCC നടത്തിയത്. അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരു സിനിമക്കകത്ത് നടക്കുന്ന സ്ത്രീവിരുദ്ധമായ നീക്കങ്ങൾ കണ്ടെത്തിയിട്ട് നടപടിയെടുക്കാൻ ഒരു കമ്മീഷനെ വരികയാണല്ലോ. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതുപോലും കഷ്ടപ്പെട്ടിട്ടാണ്. ഒരുപാട് കാലം പൂഴ്ത്തി വെച്ചിട്ടാണ് പുറത്തു വന്നത്. എന്നിട്ട് തന്നെ അതിനകത്ത് പലതും മൂടി വെച്ചത് പുറത്തു വരാൻ പിന്നെ വേറെ പോരാട്ടം വേണ്ടി വന്നു. ഇതൊക്കെയാണ് സ്ഥിതി. അപ്പോൾ ആ റിസൾട്ട് ഒരു പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കാമായിരുന്ന സിനിമ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുമായിരുന്ന വലിയ നേട്ടത്തിൻ്റെ ഒരു സത്ത കളഞ്ഞു കുളിക്കാനാണ് ഇപ്പോൾ ഇത്തരം നീക്കങ്ങളൊക്കെ ഉപകരിക്കുന്നത്. മാലാപാർവതിയുടെ നീക്കത്തെ അങ്ങനെയാണ് കാണാൻ. മാലാപാർവതി ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാലാപാർവതിയുടെ ഈ നീക്കത്തിൽ എന്താണ് അർത്ഥമുള്ളത്? അവർക്ക് ഇപ്പോൾ അവർക്ക് ഇതിൽ പോയിട്ട് ഈ മൊഴി നൽകുമ്പം, ഈ തെളിവ് നൽകുമ്പം അവർക്കറിയില്ലേ ഇത്തരം രീതിയിലുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടും. സ്വാഭാവികമായിട്ടും അന്വേഷണം വരുമ്പം ആർക്കെതിരെയാണോ പറഞ്ഞിരിക്കുന്നത് അവർക്കെതിരെയൊക്കെ അന്വേഷണം വരും എന്നുള്ള കാര്യം ഇവർക്ക് അറിയായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക ഇതൊരു അക്കാഡമിക് തലത്തിൽ പോയിട്ട് എൻ്റേതും റിപ്പോർട്ട് കിടക്കട്ടെ, ഒരു ചരിത്രപരമായ റിപ്പോർട്ടാണ്, റിപ്പോർട്ടിൽ എൻ്റെയും ഒരു പേര് കിടക്കട്ടെ എന്ന രീതിയിൽ തൻ്റേതായ 1-2 അനുഭവങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ അതിനപ്പുറത്ത് ഈ കോസിന് പരിഹാരം കാണണം എന്ന ആത്മാർത്ഥതയൊന്നും ഇവർക്കില്ല. അതിനുവേണ്ടി വിയർക്കാൻ തയ്യാറല്ല. മാത്രമല്ല ഒരു പോലീസ് അന്വേഷണം നേരിട്ടാൽ അവർക്ക് ബോൾഡായിട്ട് ആൻസർ പറഞ്ഞൂടെ? എന്ത് ചോദ്യം വന്നാലും എന്താ, ഞാൻ പറഞ്ഞത് ഇന്നതാണ്, ആ അനുഭവം ഇന്നതാണ് എന്ന് പറഞ്ഞൂടെ? അത് പറയാൻ അവർക്ക് പ്രയാസം ഉണ്ടാവും. കാരണം അവർക്ക് ഈ ഫീൽഡിൽ നിൽക്കണം എന്നുണ്ടാവും, ചാൻസ് വേണമെന്നുണ്ടാവും. ആരെയും വെറുപ്പിക്കാൻ പറ്റില്ല, ആരെയും പിണക്കാൻ വയ്യ. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. മാത്രമല്ല ഈ പിണക്കേണ്ടി വന്നിട്ടുള്ള ആളുകളൊന്നും ചില്ലറക്കാരല്ല. അമ്മയിൽ സ്വാധീനമുള്ളവരാണ്, മലയാള സിനിമയിൽ സ്വാധീനമുള്ളവരാണ്, ഒരുപാട് ലോബിയുടെ വക്താക്കളാണ്, ഒരു വലിയ റാക്കറ്റിൻ്റെ ആളുകളാണ്, സൂപ്പർ സ്റ്റാറുകളുടെ വക്താക്കളാണ്. അതൊക്കെയാണുള്ള പ്രശ്നം. അതുകൊണ്ട് മാലാപാർവതി അടുത്ത സ്റ്റാൻഡ് ഒട്ടും ശരിയല്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം അവർ ഉന്നയിച്ചൊരു ഇഷ്യൂ അവർ തന്നെ പിൻവലിക്കുക. അവരുൾപ്പെടെ ഹേമ കമ്മീഷൻ്റെ മുമ്പിൽ കൊടുത്ത, ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്രയും കാര്യങ്ങൾ വെളിച്ചത്ത് വന്നത്. ഇപ്പോൾ ഈ വെളിച്ചത്ത് വന്ന വിവരങ്ങൾ മുഴുവൻ പിൻവലിക്കണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടുക. അവർ സത്യത്തിൽ ഈ വലിയൊരു മുന്നേറ്റത്തെ, മലയാള സിനിമയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു വലിയ സ്ത്രീ മുന്നേറ്റത്തെ, വലിയൊരു മനുഷ്യാവകാശ പ്രസ്ഥാനത്തെ ഉള്ളിൽ നിന്ന് തന്നെ തകർക്കുന്ന അങ്ങേയറ്റം പ്രതിലോമപരമായ നിലപാടാണ് അവരെടുക്കുന്നതെന്ന് പറയാതെ വയ്യ. മാലാപാർവതിയെ അപലപിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു വിഷയം പറയാൻ തീർച്ചയായിട്ടും നമ്മുടെ ഈ ടോക്ക് അവസാനിപ്പിക്കാം.